ഹായ്, ഇന്നത്തെ റെസിപ്പി ഒരു പഴം നിറച്ചതാണ്. നോമ്പുകാലത്ത് എല്ലാ വീടുകളിലും ഉണ്ടാക്കും. എസ്പെഷ്യലി തലശ്ശേരി ഭാഗത്ത് മസ്റ്റായി ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പഴം നിറച്ചത്. പക്ഷേ എൻ്റെ വീട്ടിൽ എല്ലാ കാലവും ഉണ്ടാക്കും. കാരണം എൻ്റെ ഉമ്മാൻ്റെ ഫേവറേറ്റ് ആണ്. ഇതെപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഉമ്മാനെ ഓർമ്മ വരും. ഇത് ഞാൻ പഠിച്ചത് തന്നെ ഉമ്മാക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. അതിനായി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് തേങ്ങ, പഞ്ചസാര, ഏലക്കായ്പ്പൊടി, കുറച്ച് ഗീയും ചേർത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. പഞ്ചസാര അലിന് തേങ്ങ വിളഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കും. കഴുകി വൃത്തിയാക്കിയെടുത്ത പഴത്തിലേക്ക് കീറലിട്ട് ഇനി അതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലൂടെയും വരുന്ന കീറലായിരിക്കണം നമ്മൾ ഇടുമ്പോൾ. അതിലേക്ക് രണ്ട് സൈഡിലൂടെയും ഫിൽ ചെയ്തെടുക്കണം. പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുകയും വേണം. ഇതിൽ കാണുന്നത് പോലെ രണ്ട് സൈഡിലൂടെയും നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ് നിറച്ച് കൈകൊണ്ട് പ്രസ് ചെയ്ത് അതിലേക്കാക്കി വെക്കാം. നല്ല പഴുത്ത പഴമാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും കൈവച്ച് അമർത്തി ചെയ്ത് രണ്ട് പഴവും നിറച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ, ഇതിൻ്റെ തൊലി എങ്ങനെയാണ് കളയാമെന്ന്? അതും സിമ്പിളാണ്. ഈ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലൂ ഉണ്ടാക്കണം. മൈദ, പഞ്ചസാര, വെള്ളവും ചേർത്ത് ഒരു ടൈറ്റ് ഗ്ലൂ ഉണ്ടാക്കുക. അതിനുശേഷം തൊലി മെല്ലനെ പതുക്കെ അടർത്തിയെടുക്കുക. നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ഗ്യാപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തൊലി നല്ലോണം അടർത്തി വരും. അത് അടർത്തിയെടുത്തതിന് ശേഷം ഒരു പാനിൽ ഓയിൽ വെച്ച് അത് ചൂടാകാൻ വെക്കുമ്പോൾ നമ്മൾ ഈ ഗ്ലൂ ഉണ്ടാക്കിയില്ലേ, അത് വെച്ച് നമ്മൾ ഈ തേങ്ങ ഫില്ല് ചെയ്ത ഭാഗം കവർ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഒരേപോലെ കവർ ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നൊസ്റ്റു ആയിട്ടാണ്. പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ. ഈ സ്റ്റിക്ക് ചെയ്ത ഗ്ലൂ കുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് തിന്നാൻ വേണ്ടി വരെ ഞങ്ങൾ അടി ചെയ്യാറുണ്ട്. കസിൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും. ഇതെനിക്ക് വേണം, എൻ്റെ സ്റ്റിക്കറാന്ന് പറഞ്ഞു. ഇനി ഇത് ചൂടായ ഓയിലിലേക്കിട്ട് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഉമ്മാൻ്റെ ഫേവറേറ്റ് റെസിപ്പി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.